ട്രംപ് ഭരണകൂടം ക്ഷയിക്കുന്നു. ഭീഷണികളിലൂടെ മറ്റു രാജ്യങ്ങളെ വിരൽ തുമ്പിൽ നിർത്തിയ അമേരിക്കയുടെ ആധിപത്യമാണ് ഓരോ ദിവസവും അവസാനത്തിലേക്ക് കടക്കുന്നത്. മാത്രമല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുഎസിന് മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയാണ് മറ്റു രാജ്യങ്ങൾ. ട്രംപ് ഭരണകൂടം തായ്വാനിലേക്കുള്ള $11.1 ബില്യൺ റെക്കോർഡ് ആയുധ വിൽപ്പന പാക്കേജിന് അംഗീകാരം നൽകിയതിന് മറുപടിയായി 20 യുഎസ് പ്രതിരോധ സ്ഥാപനങ്ങൾക്ക് മേൽ ചൈന ഉപരോധം ഏർപ്പെടുത്തി. തായ്വാൻ വിഷയത്തിൽ ചൈനയെ പ്രകോപിപ്പിക്കാനുള്ള ഏതൊരു ശ്രമത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചൈനയുടെ തായ്വാൻ മേഖല എന്ന് വിശേഷിപ്പിച്ച പ്രദേശത്ത് വൻതോതിലുള്ള ആയുധ വിൽപ്പന നടത്തുമെന്ന അമേരിക്കയുടെ പ്രഖ്യാപനത്തിന് മറുപടിയായി സമീപ വർഷങ്ങളിൽ തായ്വാനെ ആയുധമാക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന 20 അമേരിക്കൻ സൈനിക അനുബന്ധ സ്ഥാപനങ്ങൾക്കും 10 മുതിർന്ന എക്സിക്യൂട്ടീവുകൾക്കുമെതിരെ നടപടികൾ സ്വീകരിക്കാൻ ബീജിംഗ് തീരുമാനിച്ചതായി മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ചൈനയുടെ കാതലായ താൽപര്യങ്ങളുടെ കാതലായ ഭാഗമാണ് തായ്വാൻ പ്രശ്നം. ചൈന യുഎസ് ബന്ധത്തിൽ കടക്കാൻ പാടില്ലാത്ത ആദ്യത്തെ ചുവപ്പുരേഖയും അതാണ്. തായ്വാൻ വിഷയത്തിൽ അതിർത്തി ലംഘിച്ച് പ്രകോപനങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആർക്കും ചൈനയുടെ ഉറച്ച മറുപടി ലഭിക്കുമെന്ന് അതിൽ പറയുന്നുണ്ട്. ഒരു ചൈന എന്ന തത്വം പാലിക്കാനും തായ്വാനെ ആയുധമാക്കുന്ന അപകടകരമായ നീക്കങ്ങൾ നിർത്താനും തായ്വാൻ കടലിടുക്കിലെ സമാധാനവും സ്ഥിരതയും തകർക്കുന്നത് നിർത്താനും തായ്വാൻ സ്വാതന്ത്ര്യ വിഘടനവാദ ശക്തികൾക്ക് തെറ്റായ സൂചനകൾ അയക്കുന്നത് നിർത്താനും അത് യുഎസിനോട് ആവശ്യപ്പെട്ടു. ദേശീയ പരമാധികാരം, സുരക്ഷ, പ്രാദേശിക സമഗ്രത എന്നിവ ശക്തമായി സംരക്ഷിക്കുന്നതിനുള്ള ദൃഢമായ നടപടികൾ ചൈന തുടരുമെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു. ലക്ഷ്യമിടുന്ന മിക്ക യുഎസ് പ്രതിരോധ സ്ഥാപനങ്ങൾക്കും ചൈനയിൽ ബിസിനസ് പ്രവർത്തനങ്ങൾ ഇല്ലാത്തതിനാൽ ഉപരോധങ്ങൾ പ്രധാനമായും പ്രതീകാത്മകമായിട്ടാണ് കണ്ടത്. സ്വയംഭരണ ദ്വീപ് തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമായി അവകാശപ്പെടുന്ന ചൈനയുടെ അധിനിവേശ സാധ്യതകളെക്കുറിച്ചുള്ള തായ്പേയിൽ ആശങ്കകൾക്കിടയിലാണ് യുഎസ് കോൺഗ്രസിന്റെ അംഗീകാരം ആവശ്യമുള്ള നിർദ്ദിഷ്ട ആയുധ വിൽപ്പന. യുഎസ് കോൺഗ്രസിൽ തായ്വാനുള്ള ശക്തമായ ഉഭയകക്ഷി പിന്തുണ കണക്കിലെടുക്കുമ്പോൾ വ്യാപകമായി പ്രതീക്ഷിക്കുന്നത് പോലെ അംഗീകരിക്കപ്പെട്ടാൽ ബൈഡൻ ഭരണകാലത്ത് തായ്വാന് വിറ്റ $8.4 ബില്യൺ ആയുധങ്ങളെ മറികടക്കുമെന്ന് ന്യൂയോർക്ക് ടൈംസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബീജിംഗുമായുള്ള വ്യാപാര സാമ്പത്തിക കരാറുകൾ വിച്ഛേദിക്കാൻ ശ്രമിക്കുമ്പോൾ തായ്വാനെ പ്രതിരോധിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിബദ്ധതയിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരിക്കുന്ന വാഷിംഗ്ടണിലെ ചൈനീസ് പക്ഷക്കാർ ഈ നിർദ്ദേശത്തിന്റെ വലിപ്പം ആശ്വാസം പകരുമെന്ന് റിപ്പോർട്ട് പറയുന്നു. അതേസമയം യുഎസ് ചൈന ബന്ധത്തിലെ ഒരു പ്രധാന പൊട്ടിത്തെറിയാണ് തായ്വാൻ. ഇരു ശക്തികളും തമ്മിലുള്ള സൈനിക സംഘർഷമായി ഇത് പൊട്ടിപ്പുറപ്പെടുമെന്ന് വിശകലന വിദഗ്ധർ ആശങ്കപ്പെടുന്നു. തായ്വാനിലേക്കുള്ള യുഎസ് ആയുധ വിൽപ്പന ചൈനയും യുഎസും തമ്മിലുള്ള നയതന്ത്ര കരാറുകളുടെ ലംഘനമാണെന്ന് ചൈന പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തായ്വാനിലെ ആകാശത്തും ജലാശയങ്ങളിലും ചൈനീസ് സൈന്യം സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ദ്വീപിനടുത്ത് ഏതാണ്ട് ദിവസേന യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് സംയുക്ത അഭ്യാസങ്ങൾ നടത്തുന്നു. അമേരിക്കൻ ഫെഡറൽ നിയമപ്രകാരം തായ്വാന്റെ സ്വയം പ്രതിരോധത്തിന് സഹായിക്കാൻ അമേരിക്ക ബാധ്യസ്ഥമാണ്. ഈ വിഷയം ചൈനയുമായി കൂടുതൽ തർക്ക വിഷയമായി മാറിയിരിക്കുന്നു. വ്യാപാരം, സാങ്കേതികവിദ്യ, മറ്റ് മനുഷ്യാവകാശ വിഷയങ്ങൾ എന്നിവയിൽ ബീജിംഗ് ഇതിനകം തന്നെ വാഷിംഗ്ടണുമായുള്ള ബന്ധം വഷളാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.